ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ രതീഷിന്റെയും ആ കാദംബരിയുടെയും കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം കല്യാണി രൂപയുടെയും സേനന്റെയും വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ വന്ന പാടെ തന്നെ കല്യാണി ആ ഒരു സന്തോഷ വാർത്ത അങ്ങ് പൊട്ടിച്ചു. അതെ, അച്ഛനും അമ്മയും ഒരു കാര്യം അറിയണം. ഇന്ന് കിരണേട്ടൻ ആ ഫംഗ്ഷൻ ഇല്ലായിരുന്നെങ്കിലും കിരണേട്ടന്റെ പേരാണ് കുഞ്ഞിനെ ഇട്ടിരിക്കുന്നത്. അത് കൊള്ളാലോ. എന്തായാലും നല്ല സന്തോഷമുള്ള കാര്യം തന്നെയാണ് നടന്നിരിക്കുന്നത്. അതെ, ആ സന്തോഷത്തിനിടയ്ക്ക് ഒരേ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ മോന് വിഷു ആഘോഷിക്കാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ അമ്മ എന്താ ഈ പറയുന്നത്? കിരണേട്ടനില്ലാണ്ട് നമ്മൾ എങ്ങനെയാണ് വിഷു ആഘോഷിക്കുന്നത്? കിരണേട്ടന് ഉറപ്പായിട്ടും അമ്മയുടെയും അച്ഛൻ്റെയും അതുപോലെ സോണിയുടെയും ആൽബിയുടെയും ഒക്കെ കൂടെ വിഷു ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അല്ല മോളെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവൻ്റെ ശത്രുക്കള്, പ്രത്യേകിച്ച് എൻ്റെ ആങ്ങള, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യില്ലേ? കിരൺ ഇപ്പം അനങ്ങാതെ കിടക്കുകയാണെന്നല്ലേ അയാൾ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ലേ കിരണിനെ അവർ ഉപദ്രവിക്കാതെ വിട്ടിരിക്കുന്നത്. അമ്മേ, അതൊക്കെ ശരി തന്നെയാ. ഇപ്പൊ ഈ സത്യങ്ങളൊന്നും മറ്റാരും അറിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ നമുക്കുള്ള ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ കിരണേട്ടൻ ഇപ്പം കിടക്കുകയാണ്, ഈ ഒരു കിടപ്പിലാണ് എന്നുള്ള കാര്യം രാഹുൽ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ രാഹുലിന് പ്രത്യേകിച്ചൊന്നും ഇപ്പം ചെയ്യത്തില്ല മോളെ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കാര്യം എന്നാന്ന് വെച്ചാൽ കിരൺ എഴുന്നേറ്റ് നടക്കുന്നുണ്ടെന്നും കിരണിന് പല കാര്യങ്ങളും ഒക്കെ ഓർമ്മയുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾ വെറുതെ ഇരിക്കില്ല. അയാൾ ഇനിയും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് മക്കൾ അതിനുള്ള ഒരു ഇടയൊന്നും ഉണ്ടാക്കണ്ടെന്ന് രൂപ പറയുക. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, ഒരു പ്രശ്നവും ഇല്ലാണ്ട് കാര്യങ്ങളൊക്കെ കിരണേട്ടൻ സോൾവ് ചെയ്തോളും. അമ്മേ, കിരണേട്ടനുണ്ടല്ലോ വിഷു ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് കിരണേട്ടൻ്റെ മുന്നിലേക്ക് പോകാനായിട്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ അങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിലോ അല്ല, അയാള് ഇപ്പൊ എവിടെ ഉണ്ടെന്ന് എന്തെങ്കിലും വിവരം കിരണിന് കിട്ടിയോന്ന് ചോദിക്കാണ് സേനൻ. അതൊക്കെ കിട്ടിയിട്ടുണ്ട് അച്ഛാ. അയാള് സരയുവിന് വിഷു കൈനീട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് വിഷുവിന്റെ അന്ന് രാത്രി ആ വീട്ടിലെത്തുമെന്നുള്ള ഒരു ന്യൂസ് നമുക്ക് മനോഹർ ചോർത്തി തന്നിട്ടുണ്ട്. കൊള്ളാലോ മോളെ. അപ്പൊ മനോഹർ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മളെ വിളിച്ചറിയിക്കുന്നുണ്ടല്ലേ? ഉണ്ടച്ചാ. അവന്റെ ചില പരിപാടികള്, ചില ഉടായ്പ പരിപാടികളൊക്കെ ഞാൻ സരയുനോട് പറയുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറയാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഇവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ മൂങ്ങ മുത്തശ്ശി ആ വീട്ടിലേക്ക് വരികയാണ്. മൂങ്ങയെ കണ്ടപാടെ തന്നെ കല്യാണി ഓടി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി ഇടക്കൊക്കെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് താമസിക്കാമല്ലോ. മുത്തശ്ശി എന്താ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്? ഇപ്പോഴും ആ വൃദ്ധസദനത്തിൽ നിന്ന് കഴിഞ്ഞാൽ മുത്തശ്ശി ഞങ്ങൾ ശരിക്കും അങ്ങ് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണല്ലോ മുത്തശ്ശി ശരിക്കും ഞങ്ങളുടെ ഒരു മുത്തശ്ശിയായി മാറിയത് എന്നൊക്കെ കല്യാണി സംസാരിച്ചു. അപ്പൊ നമ്മുടെ മൂങ്ങിക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ട്. ശരിയാ മോളെ, നീ പറഞ്ഞത് 100% ശരി തന്നെയാ. നേരത്തെയൊക്കെ ഞാൻ എത്രമാത്രം നിന്നെയും എൻ്റെ മരുമോളെയൊക്കെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇനി ഞാനൊരിക്കലും ആ ഒരു രീതിയിലേക്കൊന്നും പോവില്ല കേട്ടോ. ഞാൻ എപ്പോഴും നിന്നോടും അതുപോലെ എൻ്റെ മരുമോളോടും ഒക്കെ സ്നേഹമുള്ള ഒരമ്മയായും അമ്മുമ്മയായും ഒക്കെ തന്നെ നിൽക്കും. നിങ്ങൾ ഒരു കാരണം വെച്ചും ഒരു കാര്യങ്ങൾ ആലോചിച്ചും സങ്കടപ്പെടുകയൊന്നും വേണ്ട. എൻ്റെ മരണം വരെയും എൻ്റെ സ്വഭാവം ഇത് തന്നെ ആയിരിക്കുമെന്ന് മൂങ്ങ അവിടെ വെച്ച് പറയുക. ഇത് കേട്ടതും കല്യാണിക്ക് വലിയ സന്തോഷമൊക്കെ ആയി. എന്തായാലും മുത്തശ്ശി വാ എന്ന് പറഞ്ഞ് മുത്തശ്ശിയെ വലിയ കാര്യത്തിന് സ്വീകരിച്ച് അവൾ അകത്തിരുത്തി. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോൾ നമ്മുടെ മനോഹർ പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുക. 1 കോടി 2 കോടി എത്ര കോടികളാണ് മനോഹറിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യങ്ങളും ആലോചിച്ച് മന്ദനെ എത്രയും പെട്ടെന്ന് തൻ്റേത് മാത്രം ആക്കണമെന്നും ആലോചിച്ചുകൊണ്ട് ആശാൻ അവിടെ അങ്ങനെ ഇരിക്കുക. നാളെ എത്രയും പെട്ടെന്ന് ഈ വിഷുക്കണി ദർശനവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകണം. അല്ലെങ്കിൽ കാര്യങ്ങൾ താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കില്ല. നാളെ വന്ദനയെ ചെന്ന് കാണണം. വന്ദനയുടെ അച്ഛനും അമ്മയും ഒക്കെ തനിക്ക് എന്ത് കാണാവോ തരാൻ വെച്ചിരിക്കുന്നത്. വിഷു ആവുമ്പോഴത്തേക്കിനും കൈനീട്ടം കനത്തി തന്നെ കിട്ടുമെന്നാണ് ഈ പൊട്ടം വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ അവൻ അവിടെ കിടന്ന് ആലോചിക്കുക. സരയുനെ രാവിലെ തന്നെ കുത്തിപ്പൊക്കി എഴുന്നേപ്പിക്കണം. എന്നാൽ മാത്രമേ അതിരാവിലെ തന്നെ വിഷുക്കണി ദർശനമൊക്കെ കണ്ടിട്ട് തനിക്ക് ഇവിടെ നിന്ന് പരക്കൊക്കെ തന്നെ വിടാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവൻ ആലോചിച്ചൊക്കെ ഇരിക്കുക. ഈ സമയമാണെങ്കിൽ എന്താ മനുവേട്ടാ, ഉറങ്ങാറായില്ലേ? ഉറങ്ങാൻ തുടങ്ങുകയാണ്. നമുക്ക് കിടക്കാന്നൊക്കെ പറഞ്ഞ് അവളും നമ്മുടെ മനോഹർ ഉറങ്ങുക. പിറ്റേ ദിവസം രാവിലെ ആയതും
സരയുവാണെങ്കിൽ നല്ല സന്തോഷത്തിൽ വിഷുക്കണിയും കാര്യങ്ങളും ഒക്കെ ഒരുക്കി മനോഹരനെയും ടീമിനെയും ഒക്കെ വിളിച്ച് കണിയൊക്കെ കാണിച്ചു. അതിനുശേഷമാണെങ്കിൽ അവൾ അവളുടെ അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുക. മനോഹരനാണെങ്കിൽ പ്രത്യേകിച്ചും ഒന്നും പറയണ്ടല്ലോ, വന്ദനെ കാണാൻ പോകണം. അതുകൊണ്ട് തന്നെ ആള് നല്ല ധൃതി ഇടുക. അതേ മോളെ, എൻ്റെ 1-2 ക്ലയൻസ് ഒക്കെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. എനിക്ക് അവരുടെ അടുത്ത് ചെല്ലണം, അവരോട് സംസാരിക്കണം. ചില ബിസിനസ് ഡീലുകളൊക്കെ സംസാരിക്കാനൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇവിടെ കഴിഞ്ഞു കൂടിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് അമേരിക്കയിലേക്ക് പറക്കണ്ടേന്ന് ചോദിച്ചു. അപ്പം ആ ഒരു ചോദ്യത്തിന് മുന്നിൽ ശരിക്കും നമ്മുടെ സരയു വീണു. സരയു പറഞ്ഞു, അത് ശരിയാ മനുവേട്ട, എന്നാ മനുവേട്ടൻ ഇറങ്ങിക്കോ. പിന്നെ എല്ലാം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വിളിച്ചോളാട്ടോ. മോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ശല്യം ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അവിടുന്ന് പൊടിയും തട്ടി പോവാ. സരയു ആണെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അതെ അമ്മേ, അച്ഛൻ ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡുകളും ഇണക്കണം കേട്ടോ. ദേ എനിക്ക് വലിയ സന്തോഷമാണ്. അച്ഛൻ അത്രയും വലിയൊരു കാര്യമല്ലേ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. അത് ചെയ്തതിന് ശേഷം അച്ഛന് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ആ ഒരു വിഷമം എനിക്ക് നല്ലതുപോലെ തന്നെ ഉണ്ട്. ഇഷ്ടമില്ലാതൊക്കെ ആണെങ്കിലും ശാരി അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആ ദുഷ്ടന് വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ മൂങ്ങ മുത്തശ്ശി നമ്മുടെ ദീപയും കല്യാണിയും ഒക്കെ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തുക. അവിടെ വന്നതും അവിടെ നിൽക്കുന്ന നമ്മുടെ സരയുവിനെ കണ്ട് മൂങ്ങ സരയുടെ അടുത്തേക്ക് ചെന്നു. അതെ, നീയൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത്? എൻ്റെ കൊച്ചുമോൻ എന്നും ഇതേ കിടപ്പ് കിടക്കുമെന്നാണ്. എന്തായാലും നിന്റെയൊക്കെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. എൻ്റെ മോന് പഴയതിൽ നന്നായിട്ട് നല്ലതുപോലെ തന്നെ എഴുന്നേറ്റ് നടക്കും. അന്ന് നീയൊക്കെ മനസ്സിലാക്കും പല കാര്യങ്ങളും. ഇതൊക്കെ കേട്ട് നിൽക്കുമ്പോഴത്തേക്കിന് സരയു പറഞ്ഞു, എന്താ ഇപ്പൊ നിങ്ങൾ വലിയ നന്മമരം കളിക്കുവാണല്ലോ, എനിക്ക് നിങ്ങളോട് ഇതൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് സരയു നമ്മുടെ മൂങ്ങ മുത്തശ്ശിയെ ആട്ടി ഓടിക്കാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട്. മൂങ്ങയാണെങ്കിലും, എടി നിന്റെ അച്ഛൻ ആ വൃത്തികെട്ടവൻ ആ രാഹുല്, അവൻ എങ്ങാനും കല്യാണി മോളുടെയും കിരണിന്റെയും ഒക്കെ അച്ഛനൊക്കെ കണ്ടെത്തി കഴിഞ്ഞാലുണ്ടല്ലോ, അപ്പോൾ അയാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ അച്ഛൻ്റെ പൊടി പോലും പിന്നെ കിട്ടത്തില്ല. എന്തൊക്കെ വന്നാലും അയാളുടെ മകനെ ഈ കിടപ്പ് കിടത്തിയിരിക്കുന്നത് നിന്റെ അച്ഛനാണല്ലോ. ഇത്തവണ നിന്റെ അച്ഛൻ സമാധാനപരമായിട്ട് വിഷു ഉണ്ണുവെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അച്ഛനോട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിന്നോളം പറയും. സേനന്റെ ആൾക്കാരൊക്കെ ഈ നാട് മുഴുവനും വല വിരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ സരയുവാണെങ്കിലും ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങളാദ്യം ആ തളർന്നു കിടക്കണ അവനും അവൻ്റെ ഭാര്യയ്ക്കും പോയി കൂട്ടിടിക്ക്. അത് മാത്രമേ ഇപ്പം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ അച്ഛൻ്റെ തടി നോക്കാനായിട്ട് അച്ഛനെ നന്നായിട്ടറിയാം. അതുകൊണ്ട് നിങ്ങളതൊന്നും പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ മൂങ്ങയോട് ദേഷ്യപ്പെട്ടിട്ട് നിൽക്കുന്ന സരയുനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.